നമ്മൾ ഉറങ്ങുമ്പോൾ ഭൂമിയിലെ നമ്മുടെ എല്ലാ ആത്മാക്കളും പരലോകത്തുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നു എന്ന് പറയുന്നു. അത് എത്രത്തോളം ശരിയാണ്, വാസ്തവമാണ് നമ്മൾക്ക് നോക്കാം. നമ്മളുടെ ഉറക്കം ഗാഢവും സ്വപ്നങ്ങളില്ലാത്തതുമാകുമ്പോൾ നമ്മളുടെ ഭൗതിക മനസ്സ് ഉറങ്ങുകയും നമ്മളുടെ ഉപബോധ മനസ്സ് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഉപബോധ മനസ്സിനാൽ നമ്മൾ നയിക്കപ്പെട്ട് നമ്മളുടെ ആത്മാവ് നമ്മളുടെ ഭൗതിക ശരീരം വിട്ട് പരലോകത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു നിശ്ചിത സ്ഥലത്ത് സഞ്ചരിക്കുകയും അവിടെ വെച്ച് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുകയും ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. അവർ നമ്മളെ ശാന്തരാക്കുകയും നമ്മളുടെ ഉപബോധ മനസ്സിനെ വഴി കാണിക്കുകയും ചെയ്യപ്പെടുന്നു എന്നും പറയുന്നു. എന്നാൽ നമ്മൾ ഉണരുന്ന ആ നിമിഷം നമ്മളതെല്ലാം മറന്നു പോകുന്നു. കാരണം നമ്മുടെ ഭൗതിക മനസ്സ് ഉറക്കത്തിൽ പ്രവർത്തനരഹിതമായിരുന്നു. അതിന് ഒന്നും രേഖപ്പെടുത്താൻ കഴിയില്ല. എല്ലാ മനുഷ്യർക്കും നമ്മുടെ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ചില തോന്നലുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നമ്മുടെ നെഞ്ചത്ത് പെട്ടെന്നുള്ളൊരു കുലുക്കത്തോടെ ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഞെട്ടി ഉണരും. ചിലപ്പോൾ നമ്മുടെ പരലോകത്തോട്ട് നമ്മൾ പോയിട്ടുള്ള ആ ആത്മാവ് നമ്മുടെ ദേഹത്ത് ഉപബോധ മനസ്സിൽ നയിക്കപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ വീണ്ടും പ്രവേശിക്കപ്പെടുമ്പോഴാണ് നമുക്ക് ആ ഒരു കുലുക്കം അനുഭവപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു. അതായത് നമ്മുടെ ആദരണീയനായ ഖുർഷിദ് ഭവനാഗ്രിയുടെ പരലോക നിയമങ്ങൾ എന്ന പുസ്തകത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.